ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വാട്സപ്പ് മാർക്കറ്റിംഗ് പാനൽ എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിവിടെ കാണുന്നത്. ആദ്യമേ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ലിങ്കിൽ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പം സൈൻ ഇൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഓപ്പൺ ആവുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെസ്സേജസ് ഇവിടെ വാപ്പ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് ഈ ഒരു ഓപ്ഷനിലായിരിക്കും ക്രെഡിറ്റഡ് ആയിട്ടുണ്ടാവുക. ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു 4-5 മെസ്സേജസ് ആയിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത്. ഒരു 3 മുതൽ 4 മെസ്സേജസ് വരെ എന്ത് ചെയ്യുക, സെൻഡ് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അതിനായിട്ട് സെൻഡ് വാട്സപ്പ് SMS എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ബൾക്ക് മെസ്സേജ് ക്ലിക്ക് ചെയ്യുക. മൊബൈൽ നമ്പറിന്റെ കോളത്തിൽ ഇവിടെ ഓൾറെഡി കൺട്രി കോഡ് ഉണ്ട്, അവിടെ +9 കൺട്രി കോഡ് തന്നെ കൊടുക്കുക. എന്നിട്ട് കൺട്രി കോഡ് ഇല്ലാതെ നിങ്ങളുടെ എക്സൽ, ഏത് ഡാറ്റാബേസ് ഉള്ള എക്സൽ കോപ്പി ചെയ്യാം. നമ്പേഴ്സ് ഇവിടെ കോപ്പി ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തതിന് ശേഷം ഈ കോളത്തിൽ പേസ്റ്റ് ചെയ്യുക. നമുക്ക് അയക്കാനുള്ള കണ്ടന്റ് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ടെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയക്കാനുള്ളത് അത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമുക്കിവിടെ അപ്ലോഡ് ഇമേജ്, DP, അപ്ലോഡ് PDF, അപ്ലോഡ് വീഡിയോ, ഇങ്ങനെയൊക്കെ ഓപ്ഷൻ കാണാം. ഇമേജ് നമുക്ക് 2 MB താഴെയുള്ള ഇമേജ് ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. PDF ആകുമ്പോൾ 5 MB താഴെയുള്ള PDF അപ്ലോഡ് ചെയ്യാം. വീഡിയോ ആണെങ്കിൽ 5 MB താഴെയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ചൂസ് ഫയൽ കൊടുക്കുക. ചൂസ് ഫയൽ കൊടുത്തതിന് ശേഷം നമുക്ക് എന്താണോ ഇമേജ് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് അത് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇമേജ് അപ്ലോഡ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഫയലിന്റെ നെയിം ഇവിടെ കാണിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചതിന് ശേഷം ഫയൽ നെയിം വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഫയൽ നെയിം വന്നിട്ടുണ്ട്, ഇത് അപ്ലോഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ മെസ്സേജ് കൊടുത്തതിന് ശേഷം ഇതൊരു വെർച്വൽ നമ്പറിൽ നിന്നായിരിക്കുമല്ലോ കസ്റ്റമർക്ക് മെസ്സേജ് ഇല്ലെന്ന്. അപ്പോൾ പല ആളുകളും സെയിം ആ വാട്സപ്പ് നമ്പറിനകത്ത് തന്നെ റിപ്ലൈ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴെ ദിസ് ഈസ് ഓട്ടോ ജനറേറ്റഡ് മെസ്സേജ്, ദിസ് ഈസ് ഓട്ടോ ജനറേറ്റഡ് മെസ്സേജ്, please don't reply to this number, reply to this number for more details. Call us at, നിങ്ങളുടെ നമ്പർ ഏതാണോ ആ നമ്പർ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. ഓക്കെ, ഇവിടെ യുവർ ബൾക്ക് വാട്സപ്പ് മെസ്സേജ് ഡാറ്റ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി കാണിച്ചിട്ടുണ്ട്. നമ്മുടെ മെസ്സേജ് ഇവിടെ സബ്മിറ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇവിടെ ജസ്റ്റ് സബ്മിറ്റ് ആയിക്കാണ്. ഇത് പെട്ടെന്ന് തന്നെ സെൻഡ് ആവില്ല. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് അയക്കാനും 1,00,000 മെസ്സേജ് അയക്കാനും ഒരു 1 to 2 hours ആണ് നമുക്കിവിടെ ടൈം വരുന്നത്. ടെസ്റ്റ് മെസ്സേജ് ഒക്കെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഡെലിവർ ആവും. നോർമൽ ക്യാമ്പയിൻ നമ്മൾ ഒരു 1 to 2 hour വരെ ഇവിടെ എക്സ്പെക്ട് ചെയ്യണം. പിന്നെ നമ്മൾ അയച്ച മെസ്സേജ് കിട്ടിയിട്ടുണ്ടോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടി വാട്സപ്പ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്മോൾ ക്യാമ്പയിൻ, ബിഗ് ക്യാമ്പയിൻ, ഡൈനാമിക് മെസ്സേജസ് ഉണ്ട്. നിങ്ങളൊരു 100 മെസ്സേജ് താഴെയാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ അത് സ്മോൾ ക്യാമ്പയിൻ ആയിരിക്കും. 100 മെസ്സേജിന് മുകളിലാണ് അയക്കുന്നതെങ്കിൽ അത് ബിഗ് ക്യാമ്പയിൻ ആയിരിക്കും. നമ്മളിപ്പോൾ ടെസ്റ്റ് മെസ്സേജ് ചെയ്തുകൊണ്ടാണ് ഈ സ്മോൾ ക്യാമ്പയിൻ നോക്കുന്നത്. നോർമൽ മെസ്സേജസ് ആകുമ്പോൾ ഈ ബിഗ് ക്യാമ്പയിൻ ആണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തു, സ്മോൾ ക്യാമ്പയിൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ക്യാമ്പയിൻ സ്റ്റാറ്റസിൻ്റെ ഇവിടെ പെൻഡിങ് എന്നാണ് കാണുന്നത്. നമ്മൾ ഈ മെസ്സേജ് അയക്കാൻ സ്റ്റാർട്ട് ആകുമ്പം ഈ പെൻഡിങ് എന്നുള്ള ഓപ്ഷൻ പ്രോസസ്സിലേക്ക് മാറും. മെസ്സേജ് അയച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കംപ്ലീറ്റഡ് ആവും. പിന്നെ അത് കഴിഞ്ഞ് ക്യാമ്പയിൻ സ്റ്റാറ്റസ് കഴിഞ്ഞ് ഇവിടെ ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. ഈ ക്യാമ്പയിൻ ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ മെസ്സേജ് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇങ്ങനെയാണ് ഇത് സെൻഡ് ചെയ്യുന്നത്. ഈ വീഡിയോയിലെ പോലെ ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.